വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ പ്രസവരക്ഷ ചെയ്തിട്ടുണ്ടായിരുന്ന സമേത ആയുർവേദിക്സിൻ്റെ ട്രിവാൻഡ്രത്തിലെ ബ്രാഞ്ച് ഒന്നും കൂടെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കുറച്ച് വലിയ ബിൽഡിംഗ് ഒക്കെ ആക്കിയിട്ട് എല്ലാ റിനോവേഷൻ അടിപൊളിയായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബേബിയും ഞാനും സമേത പ്രൊഡക്ട്സാണ്. കാരണം നമ്മൾ അവിടെ ആയിരുന്നു നമ്മുടെ പ്രസവരക്ഷ. എൻ്റെ പ്രസവരക്ഷ ബേബിയുടെ ഫസ്റ്റ് ബാത്തൊക്കെ സമേതയിലെ ചഞ്ചൽ ചേച്ചിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എന്ത് പറയാനാണ്, അപ്പോൾ അവിടുത്തെ എല്ലാവരുമായിട്ട് നമുക്കൊരു ഒരു ക്ലോസ് ടു ഹാർട്ട് റിലേഷൻ ഉണ്ട്. ഡോക്ടേഴ്സ് ആയിരുന്നാലും തെറാപ്പിസ്റ്റ് ആയിരുന്നാലും എല്ലാ ചേച്ചിമാരുമായിട്ട് നല്ല ടേംസിലാണ് നമ്മളപ്പം നമ്മളിപ്പോൾ സമേതയിൽ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ചെറിയ ബേബി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇന്ന് നോക്കിയിട്ട്. അപ്പോൾ അവനെ ഒന്ന് സെറ്റിലൊക്കെ ആക്കിയിട്ട് ഞാനും റെഡി ആയിട്ട് ഇപ്പോൾ നമ്മൾ സമേതയിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. 5 മണിക്കാണ് ഇനാഗ്രേഷൻ. ഇപ്പം തന്നെ സമയം എത്രയായി? 4:45 ആകാറായിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ക്വീനാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ എല്ലാ വിശേഷങ്ങളും കാണാം. ഇനി നമുക്ക് അവിടെ പോയതിനു ശേഷം കാണാം. അവിടെ പോയിട്ട് കാണാം. ഊബർ കാർ കിട്ടാതെ വെയിറ്റ് ചെയ്ത് പിന്നെ സമയമാവുമല്ലോ എന്ന് വിചാരിച്ചു ഓട്ടോ ബുക്ക് ചെയ്ത്. അയാളുടെ ഓട്ടോയിൽ എന്ത് സമയത്താണ് കയറാൻ തോന്നിയെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചു ഒരു പിടിയില്ല. ഭയങ്കര റൂട്ട് ബിഹേവിയറാണ്. റൂട്ടൊന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ഇത്രയും നേരം എന്ത് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു അടി എന്നാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. എടി വാടി പൊടി എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനും വിട്ടില്ല. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആണല്ലോ, നല്ല രീതിയിൽ കൊടുത്തു. പിന്നെ അയാളുടെ സംസാരം ശരിയല്ലാത്തതുകൊണ്ട് വണ്ടി കുറച്ചുകൂടെ ദൂരത്തേക്ക് ഒതുക്കിയിട്ടാണ് നമ്മൾ പിന്നെ നടന്നിങ്ങോട്ട് കയറിയത്. നമ്മൾ വന്നപ്പോൾ ഇനാഗുറേഷൻ റിബൺ കട്ടിങ് കഴിഞ്ഞു. പിന്നെ തമ്പുരാട്ടിനെ കാണാൻ പറ്റി. ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിനെ കാണാൻ പറ്റി. വീഡിയോയിലും ഫോട്ടോയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഹ്യൂമൻ ബീങ്സിനെ നല്ല രീതിയിൽ വാല്യൂ ചെയ്യുന്നൊരു തമ്പുരാട്ടിയാണ്. ഒരു പ്യുവർ സോളാണ്. എല്ലാവരോടും ചിരിച്ച മുഖത്തോടു കൂടി പെരുമാറുന്ന തമ്പുരാട്ടി. പിന്നെ ഞാൻ കയറി വന്നാണ് ഇതേ ഈ എൻഡിൽ നിൽക്കുന്നതാണ് എൻ്റെ ചഞ്ചൽ ചേച്ചിനെ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ്. എൻ്റെ തെറപ്പിസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടിനെ കണ്ടപ്പോഴത്തേക്കും ചഞ്ചൽ ചേച്ചിക്കും ധന്യ ചേച്ചിക്കും രണ്ടുപേരും എൻ്റെ തെറപ്പിസ്റ്റ് ആയിരുന്നു കേട്ടോ. രണ്ടുപേർക്കും അതിശയം ആളുടെ മുഖമൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ സിംഗർ വിജയ് മാധവൻ വൈഫ് ദേവിക, അപ്പോൾ അവർ രണ്ടുപേരെയും ദേവ ചേച്ചിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ദേവ ചേച്ചിയായിട്ട് സെൽഫിയൊക്കെ എടുത്തു. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സമേതയുടെ പുതിയ റെനോവേറ്റ് ചെയ്തിട്ടുള്ള ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ക്ലിനിക്ക് എന്ന് പറയുന്നത്. ഞാനിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ റെജുവിനേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്റ്റേജ് സെറ്റപ്പൊക്കെ വെച്ചിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി സെറ്റപ്പിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സീരിയൽ ആക്ടറാണ് യുവ കൃഷ്ണ. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡയാന ഹമീദ്, RJ നീനു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ പിന്നീടാണ് വന്നത്. നമ്മുടെ നലീഫ് ബ്രോ, പിന്നെ ഐശ്വര്യ റാംസായ്, അവരൊക്കെ പിന്നീടാണ് വന്നത്. എൻ്റെ ഭാര്യ. അപ്പോൾ പുള്ളിക്കാരീനെ എനിക്കെന്താ പറയാനുള്ള ആ ഒരു പ്രഗ്നൻസി ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് സമേത എന്ന് പറയുന്നത്. കാര്യം എല്ലാവർക്കും അറിയാം, ഇപ്പോഴും ഈ ഒരു സമയത്ത് ഒരു പ്രഗ്നൻസി ഗ്രൂപ്പ് ആണ് സമേത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സ്പീച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ ചെറുക്കുട്ടൻ വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം അവിടെ ഒരു വലിയ ഫാൻ ഉണ്ടായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് സുഖിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇവരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. സോ ഇനിയും ഇങ്ങനെ തന്നെ മുമ്പോട്ട് അടിപൊളിയായിട്ട് പോട്ടെ. പണ്ടൊക്കെ ഈ ഒരുപാട് പോസ്റ്റ് പ്രഗ്നൻസി, കാരണം ഇതിനകത്ത് എനിക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ് ഫോർ ലേഡീസ് ആണ്. അപ്പോൾ മിക്കവാറും ഞാൻ പണ്ട് മുതലേ മിഥുൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ജെൻസിനെ. ഇതിയുടെ ഏറ്റവും പുതിയ ഈ ഒരു സെൻറ്ററിലേക്ക് എൻ്റെ ഇനാഗുറേഷനെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പൊതുവെ ജോലി തിരക്കുകൾ എപ്പോഴും നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴും യാത്രകളാണ്, സമയവും കാലവും. എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു സത്യം പറഞ്ഞാൽ. ആ 9 മാസം ഞാനിങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. റേഡിയോയും ഡബിങ്ങും എല്ലാം കൂടെ ഇങ്ങനെ. നമ്മുടെ ആശാൻ്റെ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ 2 തെറപ്പിസ്റ്റായിട്ടുള്ള ചേച്ചിമാർ, ചഞ്ചലേച്ചിയും ധന്യേച്ചിയും. പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. അപ്പോൾ RJ ന്യൂനു എന്ന് പറഞ്ഞൊരു ചേച്ചി പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഡെലിവറി കഴിഞ്ഞ ആ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിൽ നമ്മളൊരു കൂട്ടുകാരീനെ ശരിക്കും മിസ് ചെയ്യുന്നു. പക്ഷേ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായില്ല, പുള്ളിക്കാരിക്ക് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ തെറപ്പിസ്റ്റ് എല്ലാം കിഡിലാണ്. അപ്പം ചഞ്ചലേച്ചിയായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഹോം
ഹോം സർവീസ് ആണ്. അപ്പോൾ വീട്ടിൽ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരുന്നു എനിക്ക് വന്ന 2 തെറാപ്പിസ്റ്റും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായി. എനിക്ക് 2 ചേച്ചിമാരാണ് ഇവിടെ കിട്ടിയത്, ചഞ്ചൽ ചേച്ചിയും ധന്യ ചേച്ചിയും. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ചഞ്ചൽ ചേച്ചിക്ക് ഒരു അത്യാവശ്യം വന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോ ചഞ്ചൽ ചേച്ചി അല്ല വേറൊരാളെ വരുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായി. ഇനി കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ വന്നത് ധന്യ ചേച്ചിയായിരുന്നു. ഇവിടുത്തെ എല്ലാ തെറാപ്പിസ്റ്റും അമ്മ ഇപ്പോ ഒരു 2 വീക്സ് മുന്നേ ഇവിടെ വന്ന് റെജുവിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത തെറാപ്പിസ്റ്റ് ആ ചേച്ചി എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ എസ്പെഷ്യലി ഡോക്ടേഴ്സ് അടിപൊളിയാണ്. ഓരോ ദിവസവും എന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാ പ്രോഡക്ട്സും എനിക്ക് നല്ല ഡാൻഡ്രഫ്, ഹെയർ ഫോളിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, സ്ട്രെച്ച് മാർക്കിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സാധിച്ചു. സോ താങ്ക് യു സമീക. താങ്ക് യു മാം. പിന്നെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ആയി. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നലീഫ് ബ്രോയും പുള്ളിക്കാരൻ്റെ കോസ്റ്റർ ഐശ്വര്യ റാംസായും വന്നിട്ടുണ്ടായിരുന്നു. നലീഫ് ബ്രോയിനെ എനിക്കല്ലാതെ പേഴ്സണലായിട്ടൊരു ഫ്രണ്ട് ത്രൂ അറിയാം. ഗെയിമിന്റെ പേരാണ് സ്നാച്ച് ആൻഡ് റൺ. അതായത് ഞാൻ നിങ്ങൾ 5 പേരെടുക്കും, ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് 1 2 പോയി ആ സാധനം മേടിച്ചോണ്ട് വരിക, എന്നിട്ട് തിരിച്ച് വന്നിരിക്കാൻ ശ്രമിക്കാം. ആദ്യം വരുന്ന ആൾക്കാർക്ക് സീറ്റ് കിട്ടും, അവസാനം വന്ന പോയി. പിന്നെ തെറപ്പിസ്റ്റും ഡോക്ടറും തമ്മിൽ വ്യത്യാസം. വലിയൊരു കടമയാണ്. അതായത് അതല്ല, നേരത്തെ ഭയങ്കരമായിട്ട് ശുശ്രൂഷിച്ചുള്ളൂ, തിരിച്ച് സഹായിക്കാൻ ശ്രമിച്ചതാ. എൻ്റെ 2 ചേച്ചിമാരായിരുന്നു ലാസ്റ്റ് റൗണ്ടിൽ വന്നത്. എന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്ന ചഞ്ചൽ ചേച്ചിയാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം സാധൂകരിച്ചു എന്ന് പറയുന്നത് പോലെ എൻ്റെ ചേച്ചി എന്നെ ജയിച്ചു. എന്ത് വച്ചിരിക്കുവാണോ? ഓക്കെ ആണോ? ശരി 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 ശരി. നിനക്ക് എന്താ ക്വസ്റ്റ്യൻ? മാമ പറയില്ലേ 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 പറയില്ലേ. ആ ഗുഡ് ബോയ്. മാമ എവിടെ? മാമ എവിടെ? പിന്നെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അവർ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ, നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത്, കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ക്യാബ് വന്നു, നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഹലോ, ഒരു അടിപൊളി ഇനാഗുറേഷൻ ഈവനിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് എന്താ ഫുഡൊക്കെ കഴിച്ച് ചരിക്കൂട്ടനെ ഒന്ന് റെഡിയൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ കിടക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ഫേസൊക്കെ വാഷ് ചെയ്ത് സമേതയുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പം യൂസ് ചെയ്യുന്ന സമേതയുടെ പ്രോഡക്റ്റ്സ് ആണ്. ഫുള്ളായിട്ട് നമുക്ക് സോപ്പായിരുന്നാലും ഷാംപൂ ആയിരുന്നാലും ഹെയർ മാസ്ക് എല്ലാം ഞാൻ സമേതയിൽ നിന്ന് എല്ലാം വാങ്ങി കൂട്ടിക്കൊണ്ടുവന്ന്. ഹെയർ ഓയിൽ ഇതെല്ലാം ഇതേ ഇരിപ്പുണ്ട്, ഹെയർ ഓയിൽ ഹെയർ മാസ്ക് ഒക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അടിപൊളി ഇവന്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫാണ് അവിടുത്തെ എന്ത് പറയാനാണ്. 1 മിനിറ്റ് ഞാൻ ഇപ്പൊ കൺക്ലൂഷൻ എടുത്തിട്ട് നിന്നെ എടുക്കാം. അവിടുത്തെ സ്റ്റാഫ്സ് ആണ് അവിടുത്തെ ബലം എന്ന് പറഞ്ഞാൽ. അവരുടെ ആ ഒരു ഐക്യം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ആ ഒരു കോർഡിനേഷൻ ഒന്നും ഒരു രക്ഷയില്ല. അടിപൊളി ഇവന്റ് ആയിരുന്നു, പ്രതീക്ഷയേക്കാൾ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കിടിലമായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണുന്നത്. ഇനി എൻ്റെ പുത്രനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രാത്രിത്തെ കൂത്ത് സ്റ്റാർട്ട്. എന്നിട്ട് ഓഹോ, അപ്പൊ ശരി, കാണാം. ടാറ്റാ.